മാർച്ച് 26-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് സഖ്യോ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതിനെ എക്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം, അതായത് മുന്നത്തെ ട്വിറ്റർ പ്ലാറ്റ്ഫോമിനെയാണ് എക്സ് എന്ന് വിളിക്കുന്നത്, എക്സ് ഒപ്പോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. ഇതിനെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ എക്സ് അപ്രോച്ച് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് ഈ സഖ്യോ പോർട്ടലിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഡൽഹി ഹൈക്കോടതിയിൽ എക്സ് പറയുന്ന പ്ലാറ്റ്ഫോം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം ഗവൺമെന്റിന്റെ സഖ്യോ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഈ ഒരു രജിസ്റ്റർ ചെയ്യുക എന്നത് ഉദ്ദേശിച്ചത് വെച്ചാൽ സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സഹ്യോഗ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം എന്ന് എക്സിനോട് ഇന്ത്യൻ ഗവൺമെന്റ് ആവശ്യപ്പെട്ടുള്ളത്. പക്ഷെ എക്സ് ക്ലെയിം എന്ന് വെച്ചാൽ ഓൾറെഡി ഈ ഒരു ലീഗൽ ആയിട്ടുള്ള റിക്വസ്റ്റുകളെ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സ് ശ്രമിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഇന്ത്യയുടെ IT ആക്ട് പ്രകാരം സെക്ഷൻ 69A പ്രകാരം സഹ്യോഗ് പോർട്ടൽ എന്ന് പറഞ്ഞ ഒരു പോർട്ടലിനെ കുറിച്ച് പറയുന്നില്ല. അത്തരത്തിലൊരു പോർട്ടലിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യകതയെ കുറിച്ച് പറയുന്നില്ല. അതായത് ഇന്ത്യൻ IT ആക്ടിലെ സെക്ഷൻ 69A സ്കോപ്പിന് പുറത്തുള്ളതാണ് സഹ്യോഗ് പോർട്ടൽ. അതിനെ ഫോളോ ചെയ്യേണ്ട ഒരു ആവശ്യം ഒരു തരത്തിൽ ഗവൺമെന്റിന്റെ കണ്ടന്റ് ബ്ലോക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സഖ്യോ പോർട്ടൽ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. അത് ഫ്രീ സ്പീച്ചിന് വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ സഖ്യോ പോർട്ടൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എക്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ആവശ്യപ്പെടുന്നതായിട്ടുള്ളത്. അതായത് കൃത്യമായിട്ട് റെഗുലേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പോർട്ടലെ വൻ റെഗുലേഷൻ നടത്തുന്നതിന് വേണ്ടിയാണ്, നിലവിലുള്ള ലീഗൽ ഫ്രെയിംവർക്ക് കൂടാതെ അധിക റെഗുലേഷന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പോർട്ടൽ കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് എക്സ് പറയുന്നുള്ളത്. അപ്പോൾ ഈ ഒരു കർണാടക ഹൈക്കോടതിയിലാണ് സഖ്യോ പോർട്ടൽ എന്ന് പറയുന്നത് ഒരു സെൻസർഷിപ്പ് ടൂളാണ്, ഗവൺമെന്റിന്റെ ഒരു സെൻസർഷിപ്പ് ടൂളാണ് എന്നുള്ള രീതിയിൽ, ഫ്രീ സ്പീച്ചിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് എന്ന രീതിയിൽ എക്സ് പറഞ്ഞിട്ടുള്ളതെന്ന് ഓർത്തു വെക്കുന്നതാണ്. കാരണം സഖ്യോ പോർട്ടൽ ഓട്ടോമാറ്റിക് ആയിട്ട് കണ്ടന്റ് ടേക്ക് ഡൗൺ നോട്ടീസുകൾ എക്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിന് അയക്കും. അപ്പോൾ ഇത് ഓൺലൈൻ ആയിട്ട് പ്ലാറ്റ്ഫോമുകൾക്ക് ഇൻഫർമേഷൻ റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പോൾ യൂണിയൻ ഹോം മിനിസ്ട്രി ആണ് ഇത്തരത്തിലുള്ള ഒരു പോർട്ടൽ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇത് ഫ്രീ സ്പീച്ചിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് ആയിട്ടാണ് എക്സ് പ്ലാറ്റ്ഫോം പറയുന്നത്. ഇതാണ് ഹൈക്കോടതിയിൽ ചാലഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുകൂടി ഓർത്ത് വെക്കാം. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഫിനാൻസ് ബില്ലിന്റെ ഡിസ്കഷൻ നടന്നു, ലോക്സഭയിൽ പാസ്സാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ടതാണ് EV ബാറ്ററീസ് തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഫോൺ ബാറ്ററി തുടങ്ങിയിട്ടുള്ളവയുടെ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് വന്നത്. അപ്പോൾ ഗവൺമെന്റ് ഫിനാൻസ് ബില്ലിന്റെ ഡിസ്കഷന്റെ ഇടയിൽ 35ഓളം ക്യാപിറ്റൽ ഗുഡുകളുടെ EV ബാറ്ററി പ്രൊഡക്ഷൻ ഉൾപ്പെടെയുള്ള 35ഓളം ക്യാപിറ്റൽ ഗുഡുകളുടെ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ 28 ഐറ്റംസിന്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി കംപ്ലീറ്റ് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് മൊബൈൽ ഫോണിന്റെ ബാറ്ററി പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് അതുവഴി നമ്മുടെ രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ്ങിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് ഗവൺമെന്റ് കരുതുന്നത്. 2025 ഫിനാൻസ് ബില്ലിൽ കുറച്ച് കസ്റ്റം ബിൽ താരിഫ് റാഷണലൈസേഷൻ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷനെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ്നെസ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നികുതിയിൽ ഇളവുകൾ നൽകിയിട്ടുള്ളത് എന്ന് ഓർത്തു വെക്കുന്നത്. അതുവഴി നമ്മുടെ റോ മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്യുന്നത് കുറക്കാൻ വേണ്ടി പറ്റുമെന്നും നമുക്ക് നമ്മുടെ എക്സ്പോർട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റുന്നതാണ്, ഡൊമസ്റ്റിക് പ്രൊഡക്റ്റുകൾ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിന് പറ്റും എന്നാണ് ഗവൺമെന്റ് കരുതുന്നത്. അപ്പോൾ 2025 ഫിനാൻസ് ബില്ലിൽ ഒരുപാട് അമെൻമെന്റുകളുണ്ട്, 35ഓളം ഒഫീഷ്യൽ അമെൻമെന്റുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ലോകസഭ ഇത് പാസ്സാവുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതിൽ ഒരു പ്രധാനപ്പെട്ടതാണ് ഓൺലൈൻ അഡ്വർടൈസ്മെന്റുകൾക്കുള്ള 6% ടാക്സ് അത് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ പുതിയ ഇൻകം ടാക്സ് ബില്ല് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യണം, 12 ലക്ഷം വരെ ഇൻകം ടാക്സ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1961 ഇൻകം ടാക്സ് ആക്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയ ഇൻകം ടാക്സ് ബില്ല് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇൻകം ടാക്സ് ഓഫീസേഴ്സിന് ഡിജിറ്റൽ റെക്കോർഡുകൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ പറ്റും എന്നുള്ള അധികാരവും ഉറപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. കൂടാതെ ഫോറിൻ ഇൻകവുമായി വിദേശത്തു നിന്നുള്ള വരവിനെ കുറിച്ചുള്ള ഡിസ്ക്ലോഷറിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നഡ്ജ് ക്യാമ്പയിൻ എന്നിട്ടൊരു ക്യാമ്പയിൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് ടാക്സ് പേയേഴ്സുകളെ അവരുടെ ഫോറിൻ ഇൻകം അല്ലെങ്കിൽ ഫോറിൻ അസറ്റുകളെ കുറിച്ചിട്ട് വോളണ്ടറിലി ഡിസ്ക്ലോസ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഏകദേശം 29,000ഓളം കോടിയുടെ ഫോറിൻ അസറ്റുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങളും അതുപോലെ തന്നെ 1089 കോടിയോളം രൂപയുടെ ഫോറിൻ ഇൻകം സംബന്ധിച്ചുള്ള വിവരത്തെക്കുറിച്ചും ഗവൺമെന്റിന് വിവരം കിട്ടിയിട്ടുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ പേഴ്സണൽ ഇൻകം ടാക്സ് കളക്ഷൻ 13.6 ലക്ഷം കോടി ലേക്ക് എത്തി എന്നാണ് ഗവൺമെന്റ് കണക്കാക്കുന്നതായിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് 2024-25 റിവൈസ്ഡ് എസ്റ്റിമേറ്റിലെ 12.2 ലക്ഷമായിരുന്നു എന്ന് ഓർത്ത് വെക്കണം. കൂടാതെ ടാക്സ് പേയേഴ്സിന്റെ മാർജിനൽ റിലീഫ് ജസ്റ്റ് 12 ലക്ഷം കഴിഞ്ഞ് ജസ്റ്റ് 12 ലക്ഷം 1 രൂപയായ ആൾക്കാർക്ക് വലിയ ടാക്സ് അടക്കേണ്ടി വരും. അതിനു വേണ്ടിയിട്ടുള്ള മാർജിനൽ റിലീഫും നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള
ഒരു പ്രപ്പോസൽ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അടുത്തത് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള റിലേഷൻ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യ അഫ്ഗാനിസ്ഥാനിൽ എംബസി തുറക്കുന്നതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അഫ്ഗാനിസ്ഥാന്റെ പ്രതിനിധിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു അഫ്ഗാനിസ്ഥാനിലെ ഗ്രേറ്റ് അബാൻഡ്മെന്റ് എന്ന് വിളിക്കുന്നത്? ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഗ്രേറ്റ് അബാൻഡ്മെന്റ് സിറ്റുവേഷനിൽ ഇന്ത്യയുടെ സ്റ്റാൻഡ് എങ്ങനെയാണ് കൊണ്ടുവരുന്നത്, എന്താണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നതെന്നാണ് ഓതർ ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടുള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ US അഫ്ഗാനിസ്ഥാനുള്ള സപ്പോർട്ട് പൂർണ്ണമായിട്ടും പിൻവലിച്ചു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ബൈഡൻ നേരത്തെ പിൻവലിച്ചു, ട്രംപ് അത് വീണ്ടും പിൻവലിച്ചു. അപ്പോൾ ഈ ഒരു അവസ്ഥയെയാണ് ഈ ഒരു ഗ്രേറ്റ് അബാൻഡ്മെന്റ്, ഉപേക്ഷിച്ചു പോകൽ എന്ന രീതിയിൽ വിളിക്കുന്നതായിട്ടുള്ളത്. 2020 ദോഹ അക്കോർഡിന്റെ തുടർച്ചയായിട്ട് അവിടെ താലിബാൻ ഗവൺമെന്റ് നിലവിൽ വരുന്നതിനെ അമേരിക്കയ്ക്ക് വിരുദ്ധം ഉണ്ടായിരുന്നില്ല, അഫ്ഗാൻ ഗവൺമെന്റിന്റെ കൊലാപ്സിന് കാരണമാവുകയും ചെയ്തു. അപ്പോൾ ഇതിനുശേഷം ഒരുപാട് റെസ്ട്രിക്ഷൻസ് താലിബാൻ ഗവൺമെന്റ്, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് മേലെയൊക്കെ വലിയ റെസ്ട്രിക്ഷൻസ് ആണ് താലിബാൻ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളതെന്നും കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു കോൺഫറൻസ് ഓഫ് എക്സൈൽസ് ഇൻ സ്പെയിൻ, അതിനെയാണ് US അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഈ അഫ്ഗാനിസ്ഥാനുള്ള സപ്പോർട്ട് പിൻവലിച്ചതിനെയാണ് ഗ്രേറ്റ് അബാൻഡ്മെന്റ് എന്ന് വിളിക്കുന്നത് എന്നും കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ US യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഈ അഫ്ഗാനിസ്ഥാനുള്ള സപ്പോർട്ട് പിൻവലിച്ച സാഹചര്യത്തിൽ ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇന്ത്യ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ചോദ്യമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ വളരെ കോഷ്യസ്ലി ആണ് അഫ്ഗാനിസ്ഥാനുമായിട്ട് ഡീൽ ചെയ്യുന്നത്. ഈ ഒരു ടെക്നിക്കൽ മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ അവിടുത്തെ താലിബാൻ ഗവൺമെന്റുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനുമായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻ ഉണ്ടായിരുന്നു. കാബൂളിൽ ഇന്ത്യൻ എംബസി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു താലിബാൻ അപ്പോയിന്റഡ് ആയിട്ടുള്ള അംബാസിഡർ ഇന്ത്യയിലേക്ക് വരികയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും പ്രഗ്മാറ്റിസം, അതായത് ഈ ഒരു റീജിയനിൽ ഇന്ത്യയുടെ ആ ഒരു സ്ട്രാറ്റജി, ഇന്ത്യയുടെ ആ ഒരു പ്രാധാന്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയും അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റെപ്പ് ഇന്ത്യ എടുത്തിട്ടുള്ളത്. ഒരു ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യങ്ങളൊക്കെയാണ് ഉള്ളതെന്നാണ് കരുതുന്നത്. പക്ഷെ അതേ സമയത്ത് വലിയ ക്രിറ്റിക്സ് വരുന്നുണ്ട്. കാരണം താലിബാനുമായിട്ട് പ്ലേ ചെയ്യുന്നത് വലിയ റിസ്ക് ആണ്. കാരണം താലിബാന് കൃത്യമായിട്ടുള്ള ക്രെഡിബിലിറ്റി ഒന്നുമില്ല. അവരെ എപ്പോൾ വേണമെങ്കിലും അവർ മിലിറ്റന്റ് ഗ്രൂപ്പായി മാറി അവർ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് മാറാം എന്നുള്ളതാണ്. അപ്പോൾ അഫ്ഗാൻ റെഫ്യൂജീസുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ വിസ പോളിസീസിലും കുറച്ച് ക്രിറ്റിസിസം ഉയർന്നു വരുന്നുണ്ട്. അവർക്ക് അനുകൂലമല്ല എന്നുള്ള രീതിയിലാണ് വരുന്നത്. കൂടാതെ താലിബാൻ എത്രമാത്രം റിലയബിൾ ആണ് എന്നുള്ളതും ഇന്ത്യ ഒരു സ്ട്രാറ്റജിക് പാർട്ണർ ആക്കാൻ പറ്റുമോ, വിശ്വസിച്ച് ഒരു പാർട്ണർ ആക്കാൻ പറ്റുന്നതാണോ എന്നുള്ളതും ഇന്ത്യ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അവരുടെ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അവരെ മിലിറ്റന്റ് ഗ്രൂപ്പുകളായിട്ട് എപ്പോൾ വേണമെങ്കിലും മാറാം എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ കറന്റ് അപ്രോച്ചിനെ വളരെയധികം റീകൺസിഡർ ചെയ്യണം എന്നാണ് ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നത്. കാരണം താലിബാൻ പോലുള്ള ഒരു സിസ്റ്റത്തോട് ഇന്ത്യ ചേർന്ന് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് വളരെ റിസ്കി ആണെന്നാണ് പറയുന്നതായിട്ടുള്ളത്. പ്രത്യേകിച്ചും സ്ത്രീകളുടെ അവകാശങ്ങളെയൊക്കെ വേണ്ടിയിട്ട് ഇന്ത്യ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആൾക്കാർക്ക് ഇന്ത്യ അഭയം നൽകേണ്ടതുണ്ട് എന്നും ഓതർ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റീജിയനിൽ ഇന്ത്യയുടെ പ്രസൻസ് ഉറപ്പുവരുത്തുക, അഫ്ഗാനിസ്ഥാനിൽ തുടങ്ങിയിട്ടുള്ള ഡെവലപ്മെന്റൽ പ്രോജക്റ്റുകളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ അത്യാവശ്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു അഫ്ഗാനിസ്ഥാനിലുള്ള താലിബാൻ എന്ന് പറയുന്ന റെജിമിന്റെ ബേസിക് നേച്ചറിനെ ഇന്ത്യ മറന്നു പോകരുത് എന്നും ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു വാർത്ത, എങ്ങനെയാണ് ഇൻഹൗസ് എൻക്വയറി കണ്ടക്ട് ചെയ്യുന്നതാണ്. റീസെന്റ് ആയിട്ട് നമുക്കറിയാം, ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജിന്റെ വീട്ടിൽ നിന്നും പണം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഒരു ഇൻഹൗസ് എൻക്വയറി, 3 അംഗ ഇൻഹൗസ് എൻക്വയറി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇൻഹൗസ് എൻക്വയറി, എന്താണ് അതിന്റെ പ്രൊസീജിയേഴ്സ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഡൽഹി ഹൈക്കോടതി ജഡ്ജ് ആയിട്ടുള്ള യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ തീപിടിക്കുകയും ഒരു ലാർജ് എമൗണ്ട് ഓഫ് നോട്ടുകെട്ടുകൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഒരു പ്രിലിമിനറി എൻക്വയറി നടത്തുകയും അതിനുശേഷം ഡീപ്പറായിട്ട് ഒരു എൻക്വയറി നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് സുപ്രീം കോടതി ഒരു 3 മെമ്പർ കമ്മിറ്റിയെ എസ്റ്റാബ്ലിഷ് ചെയ്തതായിട്ടും ഇൻഹൗസ് എൻക്വയറി, ജുഡീഷ്യൽ ആയിട്ടുള്ള ഒരു എൻക്വയറി നടത്തുന്നതും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇൻഹൗസ് എൻക്വയറി എന്ന്? അപ്പോൾ സുപ്രീം കോടതിയാണ് ഇൻഹൗസ് എൻക്വയറി പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടുള്ളത്. ഏതെങ്കിലും ജഡ്ജ് ജുഡീഷ്യൽ മിസ്കണ്ടക്ട് നടത്തിയിട്ടുണ്ടെങ്കിലാണ് ഇത്തരത്തിൽ ചെയ്യുക. 1999 ഇതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ ഡീറ്റെയിൽസ് പുറത്തേക്ക് വന്നത്. 2014 ഇത് പബ്ലിക് ആയിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ് ഒരു കംപ്ലൈന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മേലെ ഒരു ഇൻഹൗസ് എൻക്വയറി നടത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആ ജഡ്ജിന്റെ റെസ്പോൺസും അതുപോലെ തന്നെ കൺസേൺഡ് ഹൈക്കോടതിയിൽ, ആ ജഡ്ജ് ഏത് ഹൈക്കോടതിയിലാണോ ആ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ റെസ്പോൺസും ഒക്കെ റെക്കോർഡ് ചെയ്യുമെന്ന് ഓർത്ത് വെക്കുക. ഒരു 3 മെമ്പർ കമ്മിറ്റിയാണ്
അപ്പോയിന്റ് ചെയ്യുക. ചീഫ് ജസ്റ്റിസും ജഡ്ജസും ഒക്കെ അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ്. ഈ ഒരു കമ്മിറ്റിയാണ് വിശദമായി അന്വേഷിച്ച് റെക്കമെൻഡേഷൻസും അതിൻ്റെ ആക്ഷൻസും എന്താണ് തുടർ നടപടി സ്വീകരിക്കേണ്ടതെന്ന് പറയുക. ചിലപ്പോൾ പൊട്ടൻഷ്യൽ റിമൂവൽ തന്നെ ഒരു സ്റ്റെപ്പായിട്ടുണ്ടാവാം. അപ്പോൾ ഇൻ കേസ് ഈ റെക്കമെൻഡേഷനിൽ ഇൻ ഹൗസ് എൻക്വയറിയിൽ ജഡ്ജസിനെ റിമൂവ് ചെയ്യണം എന്നാണ് പറയുന്നതെങ്കിൽ ജഡ്ജസിനോട് റിസൈൻ ചെയ്യാൻ ആവശ്യപ്പെടും. ജഡ്ജ് റിസൈൻ ചെയ്തില്ലെങ്കിൽ പാർലമെന്ററി പ്രൊസീജിയർ വഴി റിമൂവ് ചെയ്യും എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഹൈക്കോടതി അതുപോലെ തന്നെ സുപ്രീം കോടതി ജഡ്ജസിന് വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള കമ്മിറ്റികൾ ഉണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. ഇപ്പൊ നിലവിൽ രൂപീകരിച്ച കമ്മിറ്റിയിലെ ചീഫ് ജസ്റ്റിസോ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ്, ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ്, അതുപോലെ ജഡ്ജ് ഓഫ് കേരള കർണാടക ഹൈക്കോർട്ടാണ് മെമ്പേഴ്സ് ആയിട്ടുള്ളതെന്നും കൂടി ഓർത്ത് വെക്കേണ്ടതായിരുന്നു. അപ്പോൾ ഇവിടെ ഓതേഴ്സ് അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും പബ്ലിക് ആവശ്യപ്പെടുന്ന കുറച്ചുകൂടി ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള സിസ്റ്റം, പ്രത്യേകിച്ചും ഇൻ ഹൗസ് കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ പബ്ലിക്കലി ഡിസ്ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്ന, അഴിമതി നടത്തിയ ക്രിമിനൽ കുറ്റമാണ്. അപ്പോൾ ഈ ഒരു ഇൻ ഹൗസ് എൻക്വയറിക്ക് പുറത്തായിട്ട് ജഡ്ജസിനെതിരെ ക്രിമിനൽ കേസ് എടുത്തിട്ട് അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ വേണ്ടിയിട്ട് ഈ ഒരു ഓട്ടോണമസ് ബോഡിയെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് യു കെയിലൊക്കെ ജുഡീഷ്യൽ മിസ്കണ്ടക്റ്റിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ജുഡീഷ്യൽ കണ്ടക്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫീസ് തന്നെയുണ്ട് ഓട്ടോണമസ് ബോഡി ആയിട്ട് അത്തരത്തിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ജഡ്ജസ്മാരുടെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായിട്ട് ഒരു ബോഡി, നേരത്തെ ഉണ്ടായിരുന്ന നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ പോലുള്ള ഒരു ബോഡിയെ തന്നെ ക്രിയേറ്റ് ചെയ്യുക. നേരത്തെ ഇത്തരത്തിലുള്ള ഒരു ബോഡിയെ പാർലമെന്റ് ക്രിയേറ്റ് ചെയ്തെങ്കിൽ പോലും അത് ഭരണഘടനാ വിരുദ്ധമെന്ന് സുപ്രീം കോടതി പറയുകയാണ് ചെയ്തിട്ടുള്ളത്, ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസിനെ ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ബ്രോഡ് ബേസ്ഡ് ആയിട്ടുള്ള NGAs കൊണ്ടുവരിക, വിവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. കൂടാതെ കൊളീജിയസ് സിസ്റ്റത്തിന്റെ നിലവിൽ കൊളീജിയം എന്ന് പറയുന്ന സിസ്റ്റത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, സെലക്ഷനും മറ്റും ഒക്കെ ട്രാൻസ്ഫറും ഒക്കെ. അപ്പോൾ അതിന്റെ ട്രാൻസ്പെറൻസി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു സജഷനായിട്ട് ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അടുത്തത്, ഒരുപാട് ഇന്ത്യക്കാർ വിദേശ രാജ്യങ്ങളിൽ മരണശിക്ഷ കാത്തു നിൽക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിൽ. അപ്പോൾ ഇത്തരം കേസുകളിൽ ഇന്ത്യയുടെ ഇൻവോൾവ്മെന്റ് എത്രമാത്രമാണ്, ഇന്ത്യയുടെ ഹോം മിനിസ്ട്രിക്ക് എത്രമാത്രം അല്ലെങ്കിൽ എക്സ്റ്റേണൽ മിനിസ്ട്രിക്ക് എത്രമാത്രം ഇടപെടാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 49ഓളം ഇന്ത്യക്കാരാണ് വിവിധ ഫോറിൻ കൺട്രീസിൽ ഡെത്ത് പെനാൽറ്റി കാത്തു നിൽക്കുന്നതായിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ UAE-യിലാണ് 25 ഇന്ത്യക്കാരാണ് എക്സിക്യൂഷൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. സൗദി അറേബ്യയിൽ 11 ഇന്ത്യക്കാരാണ്. ഇത് രണ്ടും ചേർന്ന് തന്നെ 36 എണ്ണമായി എന്നുകൂടി ഓർത്ത് വെക്കുന്നത്. അപ്പോൾ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആണ് ഈ ഒരു വിഷയവുമായിട്ട് ഡീൽ ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യക്ക് ഈ രാജ്യങ്ങളിലൊക്കെ എംബസി ഉണ്ടാവും, എംബസി പ്രതിനിധികളുണ്ടാവും. അവർ വഴി ഈ ഒരു കൺവിക്റ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ സിറ്റിസൻസിന് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും നൽകുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ ആദ്യം എന്ന് വെച്ചാൽ ഒരാളെ ഇനീഷ്യലി അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇൻഫർമേഷൻ കിട്ടാം. അതിനുശേഷം അവിടെ ജുഡീഷ്യൽ പ്രോസസ്സുകളും സെന്റൻസുകളും ഉണ്ടാവും. അതിനുശേഷം അപ്പീൽസ് ഫോർ പാർഡൺ നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ എംബസി ഈ ഫാമിലി മെമ്പേഴ്സിന്, ഇപ്പോൾ ഒരാൾ ശിക്ഷിക്കപ്പെട്ടാൽ അയാളുടെ കുടുംബത്തിന് വേണമെങ്കിൽ പാർഡൺ പെറ്റീഷൻസ്, ശിക്ഷാ ഇളവിന് വേണ്ടിയിട്ടുള്ള പെറ്റീഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ശിക്ഷാ ഇളവിനുള്ള പെറ്റീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഇന്ത്യൻ എംബസി നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഗൾഫ് കൺട്രീസിലൊക്കെയുള്ള മറ്റൊരു രീതിയാണ് ബ്ലഡ് മണി എന്ന് പറയുന്നതായിട്ടുള്ളത്. അതായത് ഒരാള് ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ ഇപ്പോൾ ചിലപ്പോൾ വേറൊരാളെ കൊലപാതകം ചെയ്തിട്ടൊക്കെ ആയിരിക്കും ശിക്ഷിക്കപ്പെട്ടത്. അപ്പോൾ അവിടുത്തെ വിക്ടിം ആയിട്ടുള്ള ആളുണ്ടല്ലോ, അതായത് ശിക്ഷിക്കപ്പെട്ട ആളുണ്ടാവും, അതുപോലെ തന്നെ ഇവിടെ കൊലപാതകയായിട്ടുള്ള ആളുണ്ടാവും. അപ്പോൾ കൊലപാതകയായിട്ടുള്ള ആളായിരിക്കും ഇന്ത്യക്കാരനായിട്ടുണ്ടാവാം. ഈ ഒരു വിക്ടിമിന്റെ ഫാമിലിക്ക് പൈസ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ബ്ലഡ് മണി കൊടുത്തുകൊണ്ട് ശിക്ഷാ ഇളവ് നേടുന്ന ഒരു രീതിയുണ്ട്. ഇതിനെയാണ് ബ്ലഡ് മണി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ആ ഒരു വിക്ടിമിന്റെ ഫാമിലി മെമ്പേഴ്സ് അനുകൂലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വിക്ടിമിന്റെ ഫാമിലി മെമ്പേഴ്സിന് സമ്മതിക്കുകയാണെങ്കിൽ ബ്ലഡ് മണി കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള സപ്പോർട്ടുകളും അതിനാവശ്യമായുള്ള സപ്പോർട്ടും മറ്റുമൊക്കെ ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്യാറുണ്ടെന്ന് ഓർത്തിരിക്കുന്നതാണ്. അപ്പോൾ ഡെത്ത് സെന്റൻസ് പ്രധാനമായിട്ടും കൊടുക്കുന്ന മർഡർ, റേപ്പ്, ട്രീസൺ, ചതി, റേപ്പ്, മർഡർ തുടങ്ങിയിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്കാണ്. ചില രാജ്യങ്ങളിൽ ലെസ് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ജുഡീഷ്യൽ സിസ്റ്റമാണ്. ഉദാഹരണത്തിന് സൗദി അറേബ്യ. അത്തരം രാജ്യങ്ങളിൽ നിന്ന് ഒരാളെ ശിക്ഷിക്കപ്പെട്ട് എക്സിക്യൂഷൻ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമൊക്കെയാണ് നമ്മുടെ എംബസിയിൽ പോലും വിവരങ്ങൾ എത്തുന്നതെന്നും കൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പോൾ ചില സമയത്ത് കുറ്റം ഏറ്റുപറയും ആൾക്കാർ. അത്തരം കേസുകളിൽ എംബസിയുടെ റോള് വളരെ ലിമിറ്റഡ് ആണ് എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ജുഡീഷ്യൽ സിസ്റ്റം ഓപ്പൺ ആയിട്ടുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ലോയേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആവശ്യമായിട്ടുള്ള ലീഗൽ അസിസ്റ്റൻസ് നൽകുന്നതിനും വെൽഫെയർ ഫണ്ടുകൾ വഴി സപ്പോർട്ട് നൽകുന്നതിനുമൊക്കെ ഇന്ത്യൻ ഗവൺമെന്റ് ശ്രമിക്കാറുണ്ട് എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതായിരുന്നു. അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് പ്രത്യേകിച്ചും റീസെന്റ് ആയിട്ട് ഖത്തറിൽ നിന്ന് 8 ഈ ഇന്ത്യൻ നേവിയുടെ വെറ്ററൻസിനെ ഡെത്ത് സെന്റൻസിൽ നിന്ന് രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട്.
അതുപോലെ തന്നെ ഇന്തോനേഷ്യയിൽ ഡെത്ത് സെന്റൻസിന് വിധേയനായിട്ടുള്ള ഗുർദീപ് സിംഗിനെ അദ്ദേഹം ഇന്ത്യൻ ഗവൺമെന്റ് ഇടപെടലിന്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹത്തെ രക്ഷിച്ചിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടാണ്. അടുത്തൊരു വാർത്ത ആന്റി ഡിഫെക്ഷൻ ലോയുമായി ബന്ധപ്പെട്ട. ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പറഞ്ഞാൽ 10th ഷെഡ്യൂളാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ 10th ഷെഡ്യൂളാണ് കൂറുമാറ്റ നിരോധന നിയമം. ഈ കൂറുമാറ്റ നിരോധന നിയമത്തിലുള്ള ഒരു പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂറുമാറ്റം നടന്നു കഴിഞ്ഞാൽ അവിടെ ഈ ഒരു MLA മാരെ അല്ലെങ്കിൽ MP മാരെ ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള അധികാരം ലോകസഭാ സ്പീക്കർ അല്ലെങ്കിൽ സ്റ്റേറ്റിലാണെങ്കിൽ ലെജിസ്ലേറ്റീവ് സ്പീക്കർക്കാണ്. പക്ഷേ സ്പീക്കർ എത്ര സമയത്തിനുള്ളിൽ ഇത് തീരുമാനം അറിയിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മിക്കവാറും സ്പീക്കർമാർ തീരുമാനം ഹോൾഡ് ചെയ്ത് പോകാറാണുള്ളത്. ഇതിനെതിരെ സുപ്രീം കോടതിയിൽ ഒരു പെറ്റീഷൻ വന്നതാണ്. സുപ്രീം കോടതി കൃത്യമായിട്ടുള്ള ഒരു ടൈം ലൈൻ പറയണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ സുപ്രീം കോടതി ഈ ഒരു ഭരണഘടനാ കോടതികൾക്ക്, കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടുകൾക്ക് സ്പീക്കർമാരോട് ടൈം ലിമിറ്റ് പറയാൻ പറ്റുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കുകയാണ്. കാരണം ഈ ഒരു ആന്റി ഡിഫെക്ഷൻ ലോയിൽ ഡിസ്ക്വാളിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ സ്പീക്കറുകൾ കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് എന്ത് ചെയ്യുന്നില്ല, തീരുമാനം എടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഭാരത് രാഷ്ട്ര സമിതി ലീഡേഴ്സ് ആണ് ഈ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. തെലങ്കാന അസംബ്ലിയിൽ അവരുടെ കുറച്ച് 10 MLA മാര് ഭരിക്കുന്ന പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിന്റെ ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു, കുറുമാറ്റം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇവർക്കെതിരെ കുറുമാറ്റ നിരോധന നിയമപ്രകാരം ആക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞിട്ടും സ്പീക്കർ ഒന്നും നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതിയായിട്ടുള്ളത്. അപ്പൊ നേരത്തെ കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു വെച്ചാൽ ആന്റി ഡിഫെക്ഷൻ ലോ റീസണബിൾ ടൈമിനുള്ളിൽ എടുക്കണം എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അത് സ്പീക്കർമാർ ചെയ്യേണ്ടതാണെന്ന് ആവശ്യമുണ്ട്. പക്ഷെ എത്ര സമയം എന്നുള്ളത് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ റീസണബിൾ എന്നുള്ളത് വളരെ ആർബിട്രറി ആയിട്ട് തോന്നും എന്നുകൂടി ഓർത്ത് വെക്കണമായിരുന്നു. അപ്പോൾ ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു ടൈം ലൈൻ 15 ദിവസം, 30 ദിവസം അല്ലെങ്കിൽ 45 ദിവസം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈം ലൈൻ നൽകാൻ പറ്റുമോ എന്നുള്ളതാണ് സുപ്രീം കോടതി പരിശോധിച്ച് വരുന്നതായിട്ടുള്ളത്. ഇവിടെ സീനിയർ അഡ്വക്കേറ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സ്പീക്കർ എന്ന് പറയുന്ന ഭരിക്കുന്ന പാർട്ടിയുടെ ആളായിരിക്കും. സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന പാർട്ടിയിലേക്കാണ് MLA മാർ പോകുന്നതെങ്കിൽ സ്പീക്കർ തീരുമാനം എടുക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം കമ്പാരിസൺ പറഞ്ഞത് UK സ്പീക്കർമാരുമായി. UK സ്പീക്കർമാർ എന്ന് വെച്ചാൽ ഒരാൾ സ്പീക്കർ ആവുമ്പോൾ അയാൾ പാർട്ടി സ്ഥാനം വരെ ഒഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഒരു ന്യൂട്രൽ പൊസിഷനിലേക്ക് വന്നിട്ടാണ് സ്പീക്കറായി മാറുന്നത്. അത്തരത്തിലൊരു സിസ്റ്റം അല്ല നമ്മുടെ രാജ്യത്ത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ദുരുപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ പെറ്റീഷൻസ് തീരുമാനമെടുക്കാതെ അവസാനം അസംബ്ലിയുടെ കാലാവധി കഴിയുന്നത് വരെ നീണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ കോടതി ഇതിൽ ഇടപെടണമെന്നും സ്പീക്കർക്ക് കൃത്യമായിട്ടുള്ള ഒരു ടൈം ലിമിറ്റ് നൽകണം എന്നുമാണ് പറയുന്നത്. 4 ആഴ്ച എന്ന് പറയുന്നത് ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൈം ആയിരിക്കും എന്നുകൂടി സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോടതി പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു പവർ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്പീക്കറിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്പീക്കറിന്റെ മേലെ ഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കോടതിക്ക് പറ്റില്ല എന്നുള്ളൊരു ആർഗ്യുമെന്റ് വരുന്നുണ്ട്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ആണ് അതിനു വേണ്ടിയുള്ള ഡയറക്ഷൻസ് നൽകേണ്ടതായിട്ടുള്ളത്. അത് ഭരണഘടനയിൽ തന്നെ മെൻഷൻ ചെയ്യുന്നതാണ് അത്യാവശ്യം എന്നുള്ളതാണ് പെറ്റീഷനേഴ്സ് ആർഗ്യൂ ചെയ്യുന്നതെന്നും കൂടി ഓർത്ത് വെക്കണം തന്നെ. അടുത്തത് നമ്മുടെ ഭാരത് പേയ്മെന്റ് ഇന്റർഫേസ് ആണ് ഭീം ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പേയ്മെന്റിന് വേണ്ടിയുള്ള ഈ ഒരു ഭീമിന്റെ 3rd വേർഷൻ ലോഞ്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൽ ഷെയർഡ് എക്സ്പെൻസസ് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCI ആണ് അവരുടെ ഹോളി ഓൺഡ് സബ്സിഡറി ആയിട്ടുള്ള NPCI ഭീം സർവീസസ് ലിമിറ്റഡ് അവർ ഭീം ആപ്പ് 3rd വേർഷൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത് എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതായിട്ടാണ്. അപ്പോൾ ഈ ഒരു ഭീം ആപ്പിന്റെ ഫീച്ചേഴ്സ് നോക്കാം. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഹൂളി 100% ഓൺ ചെയ്ത സബ്സിഡിയാണ് NPCI ഭീം സർവീസസ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. അവരാണ് 3rd വേർഷൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്ഗ്രേഡ് വേർഷൻസ് ആണ്. ഇതിൽ ബിസിനസ്സുകൾക്കും ബാങ്കുകൾക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ബില്ലുകൾ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡൈനിങ്ങിന്റെയോ റെന്റിന്റെയോ ഗ്രൂപ്പ് പർച്ചേസുകളെയൊക്കെ ബില്ലുകൾ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനെയും മറ്റുവരെ ഒരു ആപ്പിൽ തന്നെ ഓൺബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടും എക്സ്പെൻസസുകൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും തുടങ്ങിയിട്ടുള്ള അഡ്വാൻറ്റേജും പറയുന്നുണ്ട് എന്ന് ഓർക്കുക. കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിനും ഹൗസ് ഹോൾഡ് എക്സ്പെൻസുകളൊക്കെ മാനേജ് ചെയ്യാൻ ഇത് സഹായിക്കും. അപ്പോൾ ഇത് ഫേസ് ബൈ ഫേസ് ആയിട്ടായിരിക്കും ഭീം 3.0 അവൈലബിൾ ആയിട്ടുള്ള ഏപ്രിൽ 2025 അവസാനത്തോട് കൂടിയിട്ട് കംപ്ലീറ്റ്ലി അവൈലബിൾ ആയിരിക്കും എന്നാണ്. അത് ഇതിന്റെ സേഫ്റ്റിയും കൺവീനിയൻസും ഇൻക്ലൂഷനും ഒക്കെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഡിസ്ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. അത് 25,000 കോടിയാണ്. അത് 50,000 കോടിയിലേക്ക് സെബി വർദ്ധിപ്പിച്ചു. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. ഇതുവഴി കൂടുതൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് FPIs ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യും എന്നാണ് കരുതുന്നതായിട്ടുള്ളത്. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് പൈസ വിഡ്രോ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇതിനെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ എക്കണോമിയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്
അവർ ആരൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള വിവരങ്ങൾ സെബിയോട് ഡിസ്ക്ലോസ് ചെയ്യണം. അത് 25,000 കോടിക്ക് മേലെയാണെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യണം എന്നാണ്. പക്ഷേ 25,000 കോടി എന്നുള്ളത് 50,000 കോടിയിലേക്ക് വർദ്ധിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അതുവഴി കൂടുതൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിലേക്ക് വരും എന്നാണ് കരുതുന്നതായിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ എന്നുള്ളതാണ്. ഏകദേശം 50,000 കോടിക്ക് മുകളിൽ ഇൻവെസ്റ്റേഴ്സ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇൻവെസ്റ്റേഴ്സിന്റെ ഡീറ്റെയിൽസ് FPIs നൽകേണ്ടതായിട്ടുള്ളത് എന്നുകൂടി ഓർത്ത് വെക്കണം. അതുവഴി സ്മോൾ ഇൻവെസ്റ്റേഴ്സിന്റെ മേലെയുള്ള കോംപ്ലിയൻസ് ബേർഡൻ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സഹായിക്കും എന്നാണ് സെബി കരുതുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ എക്കണോമിയിലേക്ക്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്കും ഇന്ത്യൻ ഡെപ്റ്റ് മാർക്കറ്റിലേക്കൊക്കെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരാൻ ഇത് സഹായിക്കും എന്നുള്ളതാണ്. നമ്മുടെ മാർക്കറ്റ് ഡെപ്റ്റ് വർദ്ധിക്കാൻ കാരണം കൂടുതൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിനെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇത് സഹായിക്കും. പ്രത്യേകിച്ചും മിഡ് സൈസ് സ്മോൾ സൈഡ് ഇൻവെസ്റ്റേഴ്സ് കൂടുതലായിട്ട് വരും എന്നാണ് കരുതുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് നേരത്തെ ഈ ഒരു FPIs ഡിസ്ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ഒരു ദുരുപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നിലവിലെ ഈ ഒരു ലിമിറ്റ് വർദ്ധിപ്പിക്കാനുള്ള മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോ ഗ്രോത്ത് മൂവ് ആയിട്ട് കാണാൻ പറ്റും. കൃത്യമായിട്ടുള്ള റെഗുലേറ്ററി സൈറ്റ് കൊണ്ടുവന്നു. അതേ സമയത്ത് എക്കണോമിയിൽ ഇൻവെസ്റ്റേഴ്സ് ഫ്രണ്ട്ലി ആക്കി മാറ്റുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു സ്റ്റെപ്പ് വന്നിരിക്കുന്നതെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത, ബ്ലാക്ക് സീയുടെ മേലെയുള്ള മിലിറ്ററി ആക്ഷൻസ് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റഷ്യയും ഉക്രൈനും തീരുമാനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം US ഇടപെട്ടുകൊണ്ട് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ബ്ലാക്ക് സീയുടെ മേലെ ഇനി അറ്റാക്കുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് തീരുമാനം വന്നിരിക്കുന്നത്. അപ്പോൾ റഷ്യയും ഉക്രൈനുമാണ് ഈ ഒരു ബ്ലാക്ക് സീയുടെ മേലെയുള്ള മിലിറ്ററി അറ്റാക്കുകൾ ഹാൾട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. പ്രധാനപ്പെട്ട എനർജി സൈറ്റുകളാണ്. ഇത് US-മായി ബന്ധപ്പെട്ട ടോക്കുകളുടെ ഇടയിലാണ് തീരുമാനിച്ചത്. അപ്പോൾ US സെപ്പറേറ്റ്ലി നെഗോഷിയേറ്റ് ചെയ്തതിന് ശേഷമാണ് രണ്ട് രാജ്യങ്ങളുമായിട്ടുള്ള ഡിസ്കഷൻ നടത്തിയിട്ടുള്ളത് എന്ന് കൂടി ഓർത്തുക. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് സീയുടെ മേലെയുള്ള സേഫ് നാവിഗേഷൻ, അതുപോലെ തന്നെ ഇവിടെ മിലിറ്ററിയുടെ യൂസിനെ ഒഴിവാക്കുന്നു. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ വെസലുകളുടെ ബ്ലാക്ക് സീയിലേക്ക് കടന്നു പോകുന്നതിനെ മിലിറ്ററി പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതിനെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കുന്നതായിരുന്നു. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബ്ലാക്ക് സീ എന്ന് പറയുന്നതാണ്. അപ്പോൾ ബ്ലാക്ക് സീ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഉക്രൈൻ ഇവിടെ കാണാൻ പറ്റും, റഷ്യ ഇവിടെ കാണാൻ പറ്റും. ഇവയ്ക്ക് ഇടയിലുള്ളതാണ് ബ്ലാക്ക് സീ എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് സീയുടെ അതിർത്തി രാജ്യങ്ങൾ ഉക്രൈൻ ഉണ്ട്, റഷ്യ ഉണ്ട്, ജോർജിയ ഉണ്ട്, തുർക്കി ഉണ്ട്, ബൾഗേറിയ ഉണ്ട്, റൊമാനിയ ഉണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലാക്ക് സീയുടെ തീരത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മെഡിറ്ററേനിയൻ സീയുടെ ഒരു ആമാണ് ഏജിയൻ സീയുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. ഇസ്താംബുൾ വഴി കണക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ സീ ഓഫ് അസോവ് കാണാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പം ഈ ബ്ലാക്ക് സീയുടെ ലൊക്കേഷൻ ഓർത്തു വെക്കുക, അതിർത്തി രാജ്യങ്ങൾ ഓർത്തു വെക്കുക. അപ്പോൾ ബ്ലാക്ക് സീ എന്ന് പറഞ്ഞാൽ മെഡിറ്ററേനിയൻ സീയുടെ ഒരു മാർജിനൽ സീ ആണ്. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലാണ്. കാരണം നമുക്ക് ഈ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യ സൈഡ് കാണാൻ വേണ്ടി പറ്റും, ഈ ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്പ് സൈഡ് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ബാൽക്കന്റെ ഈസ്റ്റ് ആയിട്ട്, യൂറോപ്യൻ പ്ലെയിനിന് ഈസ്റ്റ് ആയിട്ട് കൊക്കോസ്, അതുപോലെ തന്നെ അന്റാറ്റോളിയ പ്രദേശത്തിനൊക്കെ നോർത്ത് ആയിട്ടൊക്കെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതിർത്തി രാജ്യങ്ങൾ ബൾഗേറിയ, ജോർജിയ, റൊമാനിയ, റഷ്യ, തുർക്കി, യുക്രൈൻ എന്നിവയാണ് അതിർത്തി രാജ്യങ്ങളായിട്ട് വരുന്നത്. ക്രിമിയൻ പെനിൻസുല, ഈ ഒരു ക്രിമിയ എന്ന് പറയുന്ന പ്രദേശം, ഈ ഒരു പ്രദേശമാണ് ക്രിമിയ എന്ന് പറയുന്നത്, ബ്ലാക്ക് സീയിലേക്കാണ് പ്രൊജക്ട് ചെയ്തിട്ടുള്ളത്. റഷ്യയിലാണ് ലോങ്സ്റ്റ് കോസ്റ്റ് ലൈൻ ഉള്ളത്, സെക്കൻഡ് തുർക്കിക്കാണ്, തേർഡ് ഉക്രൈനാണ് എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതായിട്ട്. അപ്പോൾ ഇതിന്റെ കണക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏജിയൻ സീയുമായിട്ട് കണക്ഷൻ കാണാൻ, ഇതാണ് ഏജിയൻ സീയുമായിട്ടുള്ളത്. ഈ ഒരു സ്ട്രേറ്റിന്റെ പേരാണ് ബോസ്പറസ് സ്ട്രേറ്റ് എന്ന് പറയുന്നതായിട്ടുള്ളത്. ആ ബോസ്പറസ് സ്ട്രേറ്റ് വഴി സീ ഓഫ് മർമറയിലേക്ക് എത്തും. അവിടെ ദാർദനല്ല സ്ട്രേറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇസ്താംബുൾ പ്രദേശത്തുള്ളതാണ് ദാർദനല്ല സ്ട്രേറ്റ് എന്ന് പറയുന്നതെന്നും കൂടി ഓർത്ത് വെക്കാം. അതുപോലെ സീ ഓഫ് അസോവുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് കെർച്ച് സ്ട്രേറ്റ് എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതായിരുന്നു. അതേപോലെ തന്നെ ക്രിമിയൻ പെനിൻസുലയ്ക്കും ഉക്രൈനിയൻ മെയിൻലാൻഡിനും ഇടയിലുള്ള ഈ ഒരു ചെറിയ പ്രദേശത്തെയാണ് പെർക്രോക്ക് ഇസ്തുമസ് എന്ന രീതിയിൽ വിളിക്കുന്നതെന്നും കൂടി ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻസ് ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ബ്ലാക്ക് സീ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബ്ലാക്ക് സീയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ സെലിനിറ്റി വളരെ കുറവാണ്. ബിക്കോസ് ഇത് മെഡിറ്ററേനിയൻ സീയുമായിട്ടുള്ള ഒരു കണക്ഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ സെലിനിറ്റി ഭയങ്കര കുറവാണ്. അതേപോലെ ഒരുപാട് നദികൾ ഇതിലേക്ക് ഡ്രെയിൻ ചെയ്യുന്നുണ്ട്. ഡാന്യൂബ്, നൈപ്പ്, സൗത്തേൺ ബഗ്, റിയോണി, ഡാനിസ്റ്റർ തുടങ്ങിയിട്ടുള്ള വിവിധ നദികൾ ഇതിലേക്ക് ഡ്രെയിൻ ചെയ്യുന്നുണ്ട് എന്ന് കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് സീ അതിന്റെ ലൊക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം ഉണ്ടായിരുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.